എഴുതി വെച്ചോ എന്റെ പ്രിയപ്പെട്ട വേക്കലുകാരാ. ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, മൻ തഅല്ലമൽ ഖുർആൻ. പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി ഇറാഖുരത്തിന്റെ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന മക്കളുണ്ടല്ലോ, മുതഅല്ലിമീങ്ങളായ പഠിക്കുന്ന മക്കളുണ്ടല്ലോ, വിശുദ്ധ കലാം എടുത്തു വെച്ചിട്ട് അല്ലാഹുവിന്റെ കലാമിനെ പഠിക്കുന്ന മക്കളുണ്ടല്ലോ, മരണസ്മരണ പോലും അവർക്ക് വേണ്ട. മരണത്തെ ഓർക്കൽ സുന്നത്താണ്, രോഗികൾക്ക് ശക്തിമത്തായ സുന്നത്താ. പക്ഷെ മുതഅല്ലിമീങ്ങൾക്ക് അതുപോലും അല്ലാഹുവിന്റെ റസൂൽ സുന്നത്താക്കിയിട്ടില്ല. മരണത്തെ ഓർത്തുകൊണ്ടിരിക്കേണ്ട മുതഅല്ലിമേ, ആ സമയത്ത് 2 പേജ് നീ പഠിക്കേ. കാരണം നീ സമുദായത്തിന് ഉപകരിക്കേണ്ടവനാ. അധാർമികതയിലും അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും അരാജകത്വത്തിലും കൂപ്പുകുത്തുന്ന അതപ്പതിച്ചു പോകുന്ന സമുദായത്തെ കൈപിടിച്ചുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ നീതിയുടെ പടപ്പാട്ട് പാടിക്കൊടുക്കേണ്ടവനാ. അതുകൊണ്ട് പഠിക്കുമോനെ എന്ന് പറഞ്ഞ മുതഅല്ലിമീങ്ങളുണ്ടല്ലോ. ഒരു ഖബറിന്റെ ചാരത്തുകൂടി നടന്നു പോയാൽ ഇന്ന് അസറിന് മുമ്പ് വരെ ഈ വേക്കൽ അടക്കിയിരിക്കുന്ന നിങ്ങളുടെ ഉപ്പാന്റെ ഖബറുണ്ടല്ലോ, എന്റെ പെങ്ങളെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഖബറുണ്ടല്ലോ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബറുണ്ടല്ലോ, ആ ഖബറിനകത്ത് ശിക്ഷ നടക്കുകയാണെങ്കിൽ വല്ലാഹി വല്ലാഹി ഇന്ന് അസറിന് ശേഷം ഇവിടെ ദർസ് ആരംഭിച്ചല്ലോ. ഇനി ഇവിടത്തെ ഒരു മുതഅല്ലിം ഖുർആൻ പഠിക്കുന്ന ഒരു പൊന്നുമോ ഒരു മുതഅല്ലിം ആ ഖബറിന്റെ ചാരത്തുകൂടി നടന്നു പോയാൽ ആ ഖബറിൽ പിന്നെ ശിക്ഷ പോലും ഉണ്ടാവുകയില്ലത്രേ. ആ ഖബറിലെ ശിക്ഷ പോലും അല്ലാഹ് മാറ്റി കൊടുക്കുകയാ. കാരണം ഈ മക്കൾ പഠിക്കുന്നത് എന്താ പഠിക്കുന്നത്? ഈ മക്കൾ പഠിക്കുന്നത് വിശുദ്ധ ഖുർആനാ. ഈ മക്കൾ പഠിക്കുന്നത് കൊച്ചിയിൽ ഫ്ലാറ്റ് വാങ്ങാനല്ല. ഈ മക്കൾ പഠിക്കുന്നത് ബിഗ് ബോസിൽ വിജയിക്കാനല്ല. ഈ മക്കൾ പഠിക്കുന്നത് ഭൗതിക സാമ്രാജ്യം കീഴ്പ്പെടുത്താനല്ല. ഈ മക്കൾ പഠിക്കുന്നത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനല്ല. അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്ത് നിലനിർത്താൻ വേണ്ടിയാണ്. അഷ്റഫുൽ ഖൽഖിന്റെ സുന്നത്ത് ലോകത്ത് നിലനിർത്താൻ വേണ്ടിയാ. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഖുർആൻ പഠിക്കുന്നവരാ. തീരുന്നില്ല സഹോദരാ. അവിടുന്ന് രണ്ടാമത് പറയുന്നു, വഅല്ലമാ. ആ നാട്ടിലെ മുദരിസാണ്, ആ നാട്ടിലെ മുഅല്ലിമാ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ചെപ്പ് തുറന്നു കൊടുക്കുന്ന മുദരിസുമാരുണ്ടല്ലോ, ഖുർആനിന്റെ അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന മുഅല്ലിമീങ്ങളുണ്ടല്ലോ. പൊന്നുമക്കളെ ഖുർആൻ എടുത്തു നിവർത്തി വെച്ചിട്ട് ഉളുവോടുകൂടി ഇരിക്കുമ്പോ പൊന്നുമോനെ, അവിടെയാണ് ഖുർആനിന്റെ ഇന്ന ആശയമുള്ളത്. അവിടെയാണ് ഖുർആനിന്റെ ഇന്ന ആശയം കണക്ട് ചെയ്യപ്പെടുന്നത്. ഇവിടെയാണ് റസൂലുള്ളാഹി അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഇതാണ് വിശ്വാസത്തിന്റെ ഉറപ്പിനുള്ളത്. ഇതാണ് നരകത്തിൽ പോകുന്നതിന്റെ പ്രധാന കാര്യങ്ങള്. ഇങ്ങനെ ഓരോ വാക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഗുരുവര്യന്മാരുണ്ടല്ലോ സഹോദരങ്ങളെ. ഷാഫി ഇമാമിന്റെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ, അന അബ്ദു മൻ അല്ലമനി ഹർഫൻ വാഹിദാ. എനിക്കൊരക്ഷരം പഠിപ്പിച്ചു തന്നവന്റെ അടിമയാണ് ഞാൻ. ഒരക്ഷരം എനിക്ക് പഠിപ്പിച്ചു തന്നവന്റെ അടിമയാണ്. എന്നെ വേണമെങ്കിൽ വിൽക്കാം, എന്നെ വേണമെങ്കിൽ കച്ചവടം ചെയ്യാം, ഞാൻ അടിമയാണ്. എനിക്കൊരക്ഷരം പഠിപ്പിച്ചു തന്ന ആളിന്റെ അടിമയാണ്. ആ ഒരു നിലയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഗുരുനാഥന്മാരെ സ്നേഹിക്കുമ്പോ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഗുരുവര്യന്മാരുണ്ടല്ലോ, അവരാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരെന്ന് ഇന്നേവരെ കളവ് പറയാത്ത മദീനയുടെ മാണിക്യമേ, മക്കയുടെ രാജകുമാര, അബ്ദുള്ളയുടെ തങ്കക്കുടമേ, ആമിനയുടെ പൊന്നുമോനെ, റൂഹി ഫിദാ, നബിയു സഖലൈൻ ഇമാമുൽ മുത്തഖീ, അഹ്മദ് മുജ്തബാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ